വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2024 ജാനുവരി സെഷൻ്റെ ഇഗ്നോയുടെ ഫ്രഷ് അഡ്മിഷനും അതുപോലെ തന്നെ രജിസ്ട്രേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 29 ഫ്രഷ് അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 31. അപ്പോൾ ആർക്കെങ്കിലും ഇഗ്നോ ലെഡ്സ് വഴി അഡ്മിഷനോ രജിസ്ട്രേഷനോ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഫസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അഡ്മിഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്താണ് നിങ്ങൾക്ക് സർവീസ് വേണമെന്ന് വെച്ചാൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഒരിക്കലും ഡൗട്ടുകൾ ചോദിച്ചാൽ അതിനകത്തേക്ക് മെസ്സേജ് അയക്കരുത്, കാരണം നമ്മുടെ അങ്ങനത്തെ പ്രോസസ്സ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറാണ് കേട്ടോ. സർവീസ് ചാർജ് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇഗ്നോയ്ക്കകത്ത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 3 ടൈപ്പ് പ്രോഗ്രാംസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വന്നിട്ടുള്ളത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, നമ്മളെ സാധാ ODL പ്രോഗ്രാം. ODL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്, അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ അതേ സംഭവം. പിന്നെ ഉള്ളത് ഓൺലൈൻ പ്രോഗ്രാം. മറ്റൊന്നുള്ളത് നമ്മുടെ ഇന്ത്യയിലല്ലാതെ ഡൊമസ്റ്റിക് അല്ലാത്ത പുറത്ത് അഡ്മിഷൻ, ഇന്റർനാഷണൽ അഡ്മിഷൻസ്, അതിനെ നമ്മൾ ഓവർസീസ് അഡ്മിഷൻസ് എന്നാണ് പറയുന്നത്. അങ്ങനെ അഡ്മിഷനുണ്ട്. പക്ഷേ ആ ഒരു അഡ്മിഷൻ നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, കാരണം അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ നോർമലി നമ്മൾ കോഴ്സ് നമുക്ക് ഇവിടെ തീർക്കണമെങ്കിൽ 1 lakhൻ്റെ ഉള്ളിൽ മതി. ഉള്ളിലാണ് കേട്ടോ പറഞ്ഞത്, അതിന് പുറത്തേക്ക് എന്തായാലും പോവില്ല. അപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മുടെ നോർമൽ എക്സ്പെൻസ്. പക്ഷേ നമ്മൾ ഓവർസീസ് അഡ്മിഷൻ ആണെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ്. അപ്പോൾ നമ്മൾ പുറത്തുള്ള ആൾക്കാരോട്, ഇപ്പോൾ UAEയിലും അവിടെ പുറത്തേക്കുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ പറയാറ്, നിങ്ങൾ നാട്ടിൽ അഡ്മിഷൻ എടുത്തോളൂ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇയർലിയോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെ നാട്ടിൽ വന്നിട്ട് എക്സാം എഴുതിയാൽ മതി എന്നാണ് നമ്മൾ പറയാറ്. വരുമ്പോൾ ജൂണോ ഡിസംബറോ വരിക, അല്ലെങ്കിൽ ജൂണോ ഡിസംബറിലാണ് ഇഗ്നോയിൽ എക്സാം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓവർസീസ് അഡ്മിഷനെ പറ്റിയിട്ട് നമ്മളിവിടെ സംസാരിക്കുന്നില്ല. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പോപ്പുലർ ആയിട്ടുള്ള 2 അഡ്മിഷനെ പറ്റിയിട്ടാണ്. ഒന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, അതായത് ODL ആയിട്ടുള്ള അഡ്മിഷൻ. മറ്റൊന്നുള്ളത് ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്, ഏതാണ് നല്ലത് എന്നൊക്കെ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് ഏതാണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനത്തെ ടൈപ്പ് പ്രോഗ്രാം എടുത്താൽ മതി. ഇഗ്നോ ലെഡ്സ് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ODL പ്രോഗ്രാമാണ്, അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പോസ്റ്റലായിട്ട് ബുക്സ് വരും. ബുക്സ് വരാൻ ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് സത്യമാണ്. എന്നാൽ പോലും നമുക്ക് ബുക്സ് പ്രിൻറ്റഡ് ആയിട്ട് വരും. അത് വെച്ച് നമ്മൾ പഠിക്കുക, അസൈൻമെൻറ്റ് എഴുതുക, എന്നിട്ട് ആ ഒരു അസൈൻമെൻറ്റ് നമ്മൾ പ്രിപ്പയർ ആക്കിയിട്ട് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിലോട്ട് കൊണ്ടുപോയി വെക്കുക. നിയറസ്റ്റ് ഒക്കെ സ്റ്റഡി സെൻറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ വെക്കുക. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ സ്റ്റഡി സെൻറ്ററിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. അതുപോലെ നമുക്ക് പ്രാക്ടിക്കൽ ലാബ്, ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റഡി സെൻറ്ററിൽ പോയിട്ട് അന്വേഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ എക്സാംസും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് പേനും പേപ്പറും ഉപയോഗിച്ചുള്ള എക്സാം ആയിരിക്കും. അത് എക്സാം സെൻറ്റർ എല്ലാ ജില്ലയിലും ഒന്നിലധികം എക്സാം സെൻറ്റേഴ്സും വരുന്നുണ്ട്. ഇനി ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ബുക്സും കാര്യങ്ങളൊന്നും കിട്ടില്ല, അത് PDF മാത്രമേ ഉള്ളൂ. പിന്നെ അസൈൻമെൻ്റ് ആണെങ്കിൽ നോർമലി എഴുതി പ്രിപ്പയർ ആക്കിയിട്ട് നിങ്ങളത് സ്കാൻ ചെയ്തിട്ട് ഒരു ഓൺലൈൻ പോർട്ടലുണ്ട്, LMS പോർട്ടൽ. അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷനോ കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ നിയറസ്റ്റ് സ്റ്റഡി സെൻറ്റേഴ്സും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ റീജിയൽ സെൻറ്ററിൽ പോയി അന്വേഷിക്കണം. കേരളത്തിൽ 3 റീജിയൽ സെൻറ്ററേ ഉള്ളൂ, ഒന്ന് കൊച്ചി, ട്രിവാൻഡ്രം, വടകര, ഇവിടെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കണം. പിന്നെ എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ടുള്ള എക്സാം ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് 2 ടൈപ്പിൽ എക്സാം എഴുതാം. ഒന്ന് കമ്പ്യൂട്ടർ ടെസ്റ്റ് എഴുതാം, അല്ലെങ്കിൽ പേനും പേപ്പറും ഉപയോഗിച്ചുള്ള എക്സാം എഴുതാം. രണ്ടാണെങ്കിലും സെൻറ്ററിൽ പോയിട്ട് നമ്മൾ എഴുതണം. പേനും പേപ്പറും ഉപയോഗിച്ചുള്ള സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് എല്ലാ ജില്ലയിലും സെൻറ്ററൊക്കെ ഉണ്ട്. അതേസമയം കമ്പ്യൂട്ടർ ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ മെയിൻ സ്ഥലത്തൊക്കെ മാത്രമേ, അതായത് കമ്പ്യൂട്ടർ ഫെസിലിറ്റി ഉള്ള കോളേജസിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിലും ഓൺലൈൻ പ്രോഗ്രാമിൻ്റെയും മെയിൻ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കാനാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ അറിയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള സ്റ്റഡി സെൻറ്ററിലോ കാര്യങ്ങളൊക്കെ പോയിട്ട് അന്വേഷിക്കാൻ പറ്റും. പിന്നെ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്ന 99% സ്റ്റുഡൻസ് എടുക്കുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ പഠിക്കാനോ അല്ലെങ്കിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആൾക്കാരെ കിട്ടും. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പ്രിഫർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ്. നമ്മളിപ്പോൾ പറയുകയാണെങ്കിലും അതാണ് അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ 2നും അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ODLനാണ് കേട്ടോ. നമ്മളെടുത്ത് അഡ്മിഷൻ എടുക്കാൻ വന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ അങ്ങനെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് പേര് ഇഗ്നോയ്ക്കകത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ ഓൺലൈൻ പ്രോഗ്രാമിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പ്രോഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. പുതുതായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓൺലൈൻ പ്രോഗ്രാം എടുത്തവർക്ക് നല്ലതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് കുറച്ചുകൂടി നല്ലത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ്. നമ്മുടെ ചാനൽ വീഡിയോസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ വല്ലപ്പോഴാണ് ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ പറയുന്നുള്ളൂ. കാരണം എടുക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. പിന്നെ നമുക്ക് അതിങ്ങനെ വീഡിയോസ് ചെയ്താലും അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് എന്ത് ചെയ്യും, കൺഫ്യൂസിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇവിടെ കൊടുക്കുന്നതും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്,
ഇഗ്നോയ്ക്കകത്ത് ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസ് കൊടുക്കുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഏകദേശം ഒരു 300 സംതിങ് പ്രോഗ്രാം വരുന്നുണ്ട്. അതേസമയം ഓൺലൈൻ പ്രോഗ്രാം ആണെന്ന് എനിക്ക് തോന്നുന്നു 50-ന് താഴെയുള്ള പ്രോഗ്രാം മാത്രമാണ് അതിനകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പ്രോഗ്രാമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലും ഓൺലൈൻ പ്രോഗ്രാമിൽ കൊടുക്കുന്നത് നമുക്ക് ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യാം. ഇത് നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ സൈറ്റാണ്. അതിനകത്ത് പ്രോഗ്രാം ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതൊക്കെ ഓൺലൈൻ പ്രോഗ്രാമിനാണ് അഡ്മിഷൻ ഉള്ളതെന്ന് കാണിക്കും. അപ്പോൾ ഇതിനകത്ത് ടൂറിസം സ്റ്റഡീസ് വരുന്നുണ്ട്, BCom ഉണ്ട്, BC ഉണ്ട്, BLIS ഉണ്ട്, BSW ഉണ്ട്. ഈ 5 പ്രോഗ്രാമിനാണ് നമുക്കിവിടെ BAക്ക് അഡ്മിഷൻ കൊടുക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അഡ്മിഷൻ എടുക്കാൻ ഈ ഓൺലൈൻ പ്രോഗ്രാമിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് BA ടൂറിസം, അതുപോലെ തന്നെ BCom, BSW ഈ 3 പ്രോഗ്രാം നിങ്ങൾക്ക് കാണില്ല. അവിടെ BLISഉം BCA മാത്രമേ കാണുള്ളൂ. മറ്റേ 3 പ്രോഗ്രാമിനും അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ഓൺലൈൻ പ്രോഗ്രാമിനകത്ത് 2 എണ്ണം മാത്രമാണ് ഓൺലൈൻ പ്രോഗ്രാംസിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഉണ്ട്. അതായത് 6 മാസം കൊണ്ട് തീർക്കാവുന്ന സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷോർട്ട് ടേം ഡ്യൂറേഷനുള്ള പ്രോഗ്രാം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചധികം പ്രോഗ്രാം തന്നെ ഓൺലൈൻ പ്രോഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിപ്ലോമ പ്രോഗ്രാമിലും കുറച്ചെണ്ണം വരുന്നുണ്ട്. അത് വരുന്നുള്ളത് ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ കൊടുക്കുന്നുണ്ട്, ടൂറിസം സ്റ്റഡീസ്, ഉറുദു ലാംഗ്വേജ്, ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻസ്, അങ്ങനെ ഒരു 3-4 ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട്. പിന്നെ PG പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും ഒരു കുറച്ചധികം, അതായത് UGനേക്കാളും കുറച്ചധികം കൂടി വരുന്നുണ്ട്. എന്നാൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനേക്കാളും കുറവാണ് PG പ്രോഗ്രാം കൊടുക്കുന്നത്. ഗാന്ധിയൻ പീസ് സ്റ്റഡീസ്, MA ഹിന്ദി കൊടുക്കുന്നുണ്ട്, ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ MA ഇംഗ്ലീഷ്, റൂറൽ ഡെവലപ്മെൻറ്റ്, സാൻസ്ക്രിറ്റ്, സസ്റ്റൈനബിൾ സയൻസ്, ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്, പിന്നെ MBA കൊടുക്കുന്നുണ്ട്. MBA ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ ഒന്നുമില്ല കേട്ടോ. ഒറ്റ പ്രോഗ്രാം മാത്രമേ ഉള്ളൂ, MBA OL എന്ന് പറഞ്ഞേക്കുന്ന പ്രോഗ്രാം. അതേസമയം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4-5 വെറൈറ്റീസ് സ്പെഷ്യലൈസേഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ MCOM ആണെന്നുണ്ടെങ്കിലും സ്പെഷ്യലൈസേഷൻ ഇല്ല, MCOM OL എന്ന് പറഞ്ഞേക്കുന്ന പ്രോഗ്രാമേ ഉള്ളൂ. പിന്നെ MCA OL ഉണ്ട്. അതൊക്കെയാണ് PG പ്രോഗ്രാമിൽ വരുന്നത്. പിന്നെ PG എന്താ പറയുക, നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം കുറച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ PG ഡിപ്ലോമ പ്രോഗ്രാമും കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് പ്രോഗ്രാംസ് മാത്രമാണ് ഓൺലൈൻ പ്രോഗ്രാമിൽ കൊടുക്കുന്നുള്ളൂ. അതിൽ തന്നെ ചില പ്രോഗ്രാമിന് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ചില പ്രോഗ്രാമൊക്കെ ഇങ്ങനെ അപ്ഡേഷൻ്റെ ഭാഗമായതുകൊണ്ട് അഡ്മിഷൻ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചേക്കുക. അതായത് ചില പ്രോഗ്രാമൊക്കെ 3 ഇയർ എന്നുള്ളത് 4 ഇയർ ആക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് UG പ്രോഗ്രാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 പ്രോഗ്രാം കാണാനില്ല എന്നത്. അത് മിക്കവാറും അതിൻ്റെ ഭാഗമായിട്ടാവും തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് കയറിയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഓൺലൈൻ പ്രോഗ്രാമിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും പ്രോഗ്രാമിനാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൺലൈനാണ് ഇഷ്ടമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ സൈറ്റ് എടുത്തിട്ട് പ്രോഗ്രാം ഇൻഫോർമേഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രോഗ്രാമാണ് വരുന്നത്. നമുക്കിവിടെ അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം തന്നെ കുറച്ചധികം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് UG പ്രോഗ്രാം ഇഷ്ടം പോലെ പ്രോഗ്രാംസ് ആണ്. നിങ്ങൾക്ക് എന്താ പറയുക, BCom ഉണ്ട്, BA ഉണ്ട്, BLN, ഒരുപാട് സ്പെഷ്യലൈസേഷൻ വരുന്ന കോഴ്സസ് ഉണ്ട്. BCom വരുന്നുണ്ട്, BSCയിൽ കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ആണ് നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകുന്നത്. അതുപോലെ സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പ്രോഗ്രാമിൽ കണ്ടതേ അല്ല, അതിൽ എത്രയോ ഇരട്ടിയിലധികം തന്നെ നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ MA പ്രോഗ്രാംസും MSc പ്രോഗ്രാംസും കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം അത് നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, MBA ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പ്രോഗ്രാമിൽ MBA OL എന്ന് പറഞ്ഞേക്കുന്ന പ്രോഗ്രാം മാത്രമേ കിട്ടുള്ളൂ. അതേസമയം നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ കുറേ സ്പെഷ്യലൈസേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഒന്ന് വരുന്നത് നമ്മുടെ എന്താ പറയുക, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, HR മാനേജ്മെൻറ്റ്, പിന്നെ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഇങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ MBAയിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ MSc പ്രോഗ്രാംസ് കുറേ ഉണ്ട്. സ്റ്റാറ്റി ഉണ്ട്, മാത്സ് ഉണ്ട്, പിന്നെ എൻവയോൺമെൻറ്റൽ സയൻസ് ഉണ്ട്, ജിയോളജി, സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഇങ്ങനെ കുറേ പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം അത്രയധികം കോഴ്സ്, എനിക്ക് തോന്നുന്നു 200 സംതിങ്, അതായത് 300ൻ്റെ പുറമായിട്ടുള്ള കോഴ്സസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ODL എന്ന് പറഞ്ഞേക്കുന്ന പ്രോഗ്രാം ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഓൺലൈൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് എക്സാം വരുന്നത്, എങ്ങനെയാണ് അസൈൻമെൻറ്റ് സബ്മിഷൻ വരുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കേട്ടിട്ട് ഏതാണ് ഓക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ കൊടുക്കുന്ന ഒരുപാട് പേര് എടുക്കുന്ന പ്രോഗ്രാംസിന് സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതായത് MBA, MCom, MCA, BCom,
BA പ്രോഗ്രാംസ് ഇങ്ങനെ പറഞ്ഞേക്കുന്ന പ്രോഗ്രാംസിനൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഗ്രാമിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. നമ്മൾ എന്ത് ചെയ്യും, സ്പെസിഫൈ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.